നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും അതിപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്ക് മുറുകുകയാണ്. പ്രത്യേകിച്ച് ഈ ലൈംഗിക പീഡന പരാതി മാത്രമല്ല ഗർഭചിത്ര കേസ്, രണ്ട് കേസുകൾ നിലവിൽ രാഹുലിനെതിരെ ഉണ്ട്. രണ്ട് പരാതിക്കാർ രാഹുലിനെതിരെ പ്രത്യക്ഷത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ രണ്ട് പരാതിക്കാരിക്ക് പുറമെ ഒരു പരാതിക്കാരൻ കൂടെ രംഗത്ത് വന്നിരിക്കുകയാണ്. ആദ്യ കേസിലെ പെൺകുട്ടിയുടെ ഭർത്താവാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുലിനെ കുരുക്ക് മുറുക്കി അതിജീവിതയുടെ, അതായത് രാഹുലിനെതിരായ ആദ്യ കേസിലെ യുവതിയുടെ ഭർത്താവ് രംഗത്ത് വന്നിരിക്കുകയാണ്. രാഹുൽ തന്റെ കുടുംബ ജീവിതം തകർത്തു എന്നാണ് ഈ യുവാവ് തന്റെ പരാതിയിൽ ആരോപിക്കുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും അതിജീവിതയുടെ മുൻ ഭർത്താവ് പരാതി നൽകിയിരിക്കുകയാണ്. അവരുടെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ താൻ ഇടപെട്ടു എന്ന രാഹുലിന്റെ വാദങ്ങൾ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ തന്റെ കുടുംബ ജീവിതം രാഹുൽ മാങ്കൂട്ടത്തിൽ തകർത്തു എന്ന ആരോപണവുമായി ഈ പെൺകുട്ടിയുടെ ഭർത്താവ് രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുലുമായിട്ടുള്ള വിവാദങ്ങൾ ഉളവാകുന്നു, ഓഡിയോ സന്ദേശങ്ങൾ പുറത്തു വരുന്നു, ഗർഭചിത്രം നടത്തിയെന്ന വാർത്തകൾ പുറത്തു വരുന്നു. അത് ആ യുവതിയെ രാഹുലിനെ മാത്രം ബാധിക്കുന്ന കാര്യമെന്ന് ചിന്തിച്ചെടുത്ത് താനും അതിൻ്റെ ഇരയാണ്, താനും ഇരയായിരിക്കുകയാണ് എന്നാണ് അതിജീവിയുടെ മുൻ ഭർത്താവ് ഇപ്പോൾ ഈ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഭാര്യയുമായി താൻ ഏറെക്കാലം പിണങ്ങിക്കഴിയുകയായിരുന്നു, പക്ഷേ പൂർണ്ണമായി, അതായത് നിയമപരമായിട്ട് ഒരിക്കലും ബന്ധം വേർപെട്ടിട്ടില്ല. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വഴിവിട്ട ബന്ധം തൻ്റെ ഭാര്യയോട് സ്ഥാപിച്ചതെന്ന ആരോപണമാണ് ഈ ഭർത്താവ് ഉന്നയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് താൻ ഭാര്യയ്ക്കൊപ്പം താമസിച്ചിട്ടുണ്ട്. താൻ ഏക മകനാണ്. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക്, തൻ്റെ മാതാപിതാക്കളെ കാണാൻ വേണ്ടി താൻ നാട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ അസാന്നിധ്യം മുതലെടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചതെന്നാണ് ഈ അതിജീവിതയുടെ മുൻ ഭർത്താവ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. തൻ്റെ അസാന്നിധ്യം മുതലെടുത്ത് തൻ്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ച് എന്ന് DGPക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഇമെയിൽ വഴി നൽകിയിരിക്കുന്ന പരാതിയിൽ അതിജീവിതയുടെ ഭർത്താവ് ആരോപിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ തൻ്റെ കുടുംബ ജീവിതം തകർത്തുവെന്നും അതിജീവിതയുടെ ഭർത്താവ് പരാതിപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് രാഹുൽ തൻ്റെ ജാമ്യ ഹർജിയിലൊക്കെ വാദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, താൻ ഈ യുവതിയെ പരിചയപ്പെടുമ്പോൾ അവർ മാനസികമായി തളർന്നിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു. ഭർത്താവുമായുള്ള കുടുംബ പ്രശ്നം ആ യുവതിക്കുണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്, അല്ലെങ്കിൽ അത്തരത്തിൽ അവരുടെ പ്രശ്നം പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് താൻ അവരുമായി ബന്ധം സ്ഥാപിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ രാഹുലിൻ്റെ ഈ വാദങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ യുവതിയുടെ ഭർത്താവ് രംഗത്ത് വന്നിരിക്കുന്നത്. രാഹുൽ അത്തരത്തിൽ പറയുന്നു, ഇപ്പോൾ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെൺകുട്ടിയുമായിട്ട് ബന്ധം സ്ഥാപിച്ചതെന്ന് പറയുന്ന രാഹുൽ ഒരിക്കൽ പോലും താനുമായി ബന്ധപ്പെട്ടിട്ടില്ല. അതായത് ഈ യുവതിയുടെ ഭർത്താവുമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുകയോ അത്തരത്തിലൊരു സമീപനമൊന്നും രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അപ്പോൾ രാഹുൽ പറയുന്നു കുടുംബ പ്രശ്നം പരിഹരിക്കാനാണ് താൻ ആ യുവതിയുമായി അടുപ്പത്തിലായത് എന്നാണ്. അങ്ങനെയെങ്കിൽ താനുമായി എന്തുകൊണ്ട് ഇതുവരെ ബന്ധപ്പെട്ടില്ല, എന്തുകൊണ്ട് തൻ്റെ ഭാഗം കേൾക്കാൻ രാഹുൽ തയ്യാറായില്ല, തന്നോട് സംസാരിക്കാൻ തയ്യാറായില്ല എന്ന നിർണായകമായ ചോദ്യമാണ് യുവതിയുടെ ഭർത്താവ് ഉന്നയിക്കുന്നത്. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് രാഹുലിന്റെ ഭാഗത്ത് നിന്നൊരു ശ്രമം ഉണ്ടായിട്ടില്ല. അങ്ങനെ രാഹുൽ ശ്രമിച്ചിട്ടില്ല. എന്തുകൊണ്ട് താനുമായി അത്തരത്തിലൊരു മധ്യസ്ഥ ശ്രമത്തിന് രാഹുൽ ശ്രമിച്ചിട്ടില്ല, എന്തുകൊണ്ട് തന്നോട് സംസാരിച്ചിട്ടില്ല എന്ന അതിപ്രധാനമായ ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും നിർണായകമായ ചോദ്യം തന്നെയാണ്. ഇതുവരെ രാഹുൽ അത്തരത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വേണ്ടി താൻ വന്നു, അല്ലെങ്കിൽ യുവതിയുമായി ബന്ധം സ്ഥാപിച്ചു എന്ന് പറയുന്ന രാഹുൽ തന്നോട് ഒരിക്കലും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് നിർണായക ചോദ്യത്തിന് രാഹുലിനെ കൊടുക്കുന്ന ചോദ്യം തന്നെയാണ്. തൻ്റെ ലൈംഗിക വൈകൃതം പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ് തൻ്റെ ഭാര്യയുമായി രാഹുൽ ഇടപഴകിയത് എന്നാണ് അതിജീവിതയുടെ മുൻ ഭർത്താവിൻ്റെ പരാതി. ഇത്തരത്തിൽ തൻ്റെ കുടുംബ ജീവിതം തകർത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കണമെന്നാണ് അതിജീവിതയുടെ ഭർത്താവ് പരാതി നൽകിയിരിക്കുന്നത്. DGP അതുപോലെ തന്നെ മുഖ്യമന്ത്രി എന്നിവർക്ക് ഇമെയിൽ വഴിയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഉന്നതർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. BNS 84 പ്രകാരം കേസെടുക്കണമെന്ന ആവശ്യമാണ് യുവാവ് മുന്നോട്ട് വയ്ക്കുന്നത്. വീണ്ടും എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്ക് മുറുകുന്നു. പ്രത്യേകിച്ച് നേരത്തെ രണ്ട് പരാതിക്കാർ രാഹുലിനെതിരെ വന്നുവെങ്കിൽ ഇപ്പോൾ അതിലെ ആദ്യ പരാതിക്കാരുടെ ഭർത്താവും താനും ഇരയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ താനും വഞ്ചിക്കപ്പെട്ടു, തൻ്റെ കുടുംബജീവിതം ഒരു വ്യക്തി തകർത്തു എന്ന പരാതിയുമായി രാഹുലിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം. എന്തായാലും ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിൽ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകും, വരും മണിക്കൂറുകളിൽ അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയുള്ള വാദങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്, അതായത് രാഹുൽ മുന്നോട്ട് വെച്ച വാദങ്ങളൊക്കെ നിഷേധിക്കുന്ന തരത്തിൽ വെളിപ്പെടുത്തലാണ് അതിജീവിതയുടെ ഭർത്താവ് നടത്തിയിരിക്കുന്നത്. താനും ഭാര്യയുമായി അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ജോലിയുടെ ഭാഗമായിട്ടാണ് താൻ മാറി നിന്നത്. ഈ വകുപ്പിൽ ഈ ഒരു സാഹചര്യം മുതലെടുക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ഇപ്പോൾ ഈ യുവതിയുടെ ഭർത്താവ് വ്യക്തമാക്കുന്നത്. രാഹുൽ തൻ്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചത് ഈ ഒരു അകൽച്ച മുതലെടുത്തു കൊണ്ടാണ് എന്നതടക്കമുള്ള ഗുരുതര ആരോപണമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല
ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തപ്പോൾ വലിയ രീതിയിൽ തനിക്ക് മാനനഷ്ടമുണ്ടായി. താനൊരു ഗ്രാമീണനായ വ്യക്തിയാണ്, തൻ്റെ ഭാര്യ ഒരു പരാതിയുമായി രംഗത്ത് വരുന്നു, ഈ സംഭവമൊക്കെ താനും കൂടി ആക്രമിക്കപ്പെടുന്ന തരത്തിലേക്ക് നയിക്കപ്പെടുന്നു, സമൂഹ മാധ്യമങ്ങൾ അടക്കം തനിക്ക് ലൈംഗിക ശേഷിയില്ല എന്ന രീതിയിലുള്ള പ്രചാരണം നടത്തുന്നു. ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ മാനസികമായി തളർത്തിയിരിക്കുകയാണ്. തന്നെ വളരെ വ്യക്തിപരമായി തകർക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വിദേശത്ത് നിന്ന് പോലും തന്നെ പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ നിറയുന്നു. ആളുകളൊക്കെ തന്നെ ഫോണിൽ വിളിക്കുന്നു. അപ്പോൾ താൻ വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു ഈ ഒരു ചില മാസങ്ങൾ. എല്ലാവരും പരാതിക്കാരിയെക്കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തെ പറ്റിയും കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. തൻ്റെ തകർച്ചയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. വലിയ തരത്തിൽ മാനസിക വിഷമങ്ങളിൽ കൂടിയാണ് താൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയത്. ആ ഒരു മാനസിക വിഷമത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ തനിക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു. എന്തായാലും അതുകൊണ്ടാണ് താനിപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നും ഈ യുവാവ് വ്യക്തമാക്കുന്നു. ഈ മാനസികാവസ്ഥയിൽ നിന്ന് തനിക്ക് പുറത്തു വരാൻ ഒരുപാട് സമയം വേണ്ടി വന്നു. എന്തായാലും താൻ അല്പമെങ്കിലും ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് പരാതി നൽകാമെന്നൊരു മാനസികാവസ്ഥയിലേക്ക് താൻ എത്തിയത്. എന്തായാലും നിയമ നടപടിയുമായി താൻ മുന്നോട്ട് പോകുമെന്ന തീരുമാനത്തിൽ താൻ എത്തിയിരിക്കുകയാണ്. എന്തായാലും തൻ്റെ പക്കൽ തെളിവുകളുണ്ട് എന്ന് യുവാവ് വ്യക്തമാക്കുന്നു. അതായത് തൻ്റെ വാദങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകൾ തൻ്റെ പക്കലുണ്ട്. താൻ ഭാര്യയുമായി നടത്തിയ ചില സംഭാഷണങ്ങളൊക്കെ തൻ്റെ കയ്യിൽ തെളിവുകളായിട്ടുണ്ട് എന്നും യുവാവ് പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് നിന്ന് യുവതിയുടെ മൊഴി എടുത്തിരുന്നു. താനും ഭർത്താവും വളരെ കുറച്ച് മാത്രമേ ഭാര്യ-ഭർത്താവ് ബന്ധമുണ്ടായിരുന്നുള്ളൂ എന്നാണ് യുവതി പറയുന്നത്. ഇതിനിടയിൽ ഞങ്ങൾ അകലുന്നു, ആ ഒരു ഗ്യാപ്പിലാണ് രാഹുലുമായി ബന്ധം സ്ഥാപിച്ചത് അല്ലെങ്കിൽ എന്നാണ് യുവതി പറയുന്നത്. രാഹുൽ പറയുന്നത് യുവതിയും യുവാവും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനാണ് താൻ ഇവരുടെ കാര്യത്തിൽ ഇടപെട്ടത് എന്നാണ്. ഈ ഭർത്താവിന് എന്താണ് പറയാനുള്ളതെന്ന് ആരും ഇതുവരെ കേട്ടിരുന്നില്ല. എന്തായാലും തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സംഭവമൊക്കെ തനിക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി, താൻ അറിയാത്ത കാര്യങ്ങൾ പോലും തൻ്റെ മേൽ ചുമത്തി, ഒരു തെറ്റും ചെയ്യാതെ തന്നെ ഈ പ്രശ്നത്തിൻ്റെ ഒരു ഭാഗമായി മാറുകയായിരുന്നു എന്ന മൊഴിയാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ 2 പരാതികളും 2 കേസുകളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ളത്. പക്ഷേ അറസ്റ്റ് കോടതി തടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ പുറത്തുള്ളത്. എന്തായാലും ഇപ്പോൾ യുവാവിൻ്റെ പരാതി കൂടി വന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് നിയമപരമായ നീക്കങ്ങൾ നടക്കുക എന്നതും ഒരു നിർണായകമായ ചോദ്യം തന്നെയാണ്. എന്തായാലും സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്, ഒരു ഭർത്താവിനെ സംബന്ധിച്ച് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഈ യുവാവ് പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. രാഹുലിന് വീണ്ടും കുരുക്ക് മുറുക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.